ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. ലേൺവൈസിലേക്ക് ഏവർക്കും സ്വാഗതം. ജാനുവരി 2026 സൈക്കിളിൽ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയ ഏതെങ്കിലും ലേണേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയാനുള്ള ഒരു കാര്യം, മുൻപത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് റീ രജിസ്ട്രേഷന് ഫെബ്രുവരി 28 ആയിരുന്നു, അതും 200 രൂപ ഫൈനോട് കൂടി. അതിൽ നിന്ന് മാറി സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസ് ഈവൻ ദോ റീ രജിസ്ട്രേഷൻ ക്ലോസ് ആയിട്ടുണ്ടെങ്കിലും ഇയർ വൈസ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ഇയർ വൈസ് ആയിട്ട് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരുന്ന പ്രോഗ്രാംസ് കറന്റ് നമ്മൾക്ക് റീ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാർച്ച് 10th അല്ലെങ്കിൽ ഒരു മാർച്ച് 15th വരെ അവൈലബിൾ ആവുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സോ ഒരു എക്സാക്ട് ഡേറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ മുമ്പത്തെ ട്രെൻഡ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയം വരെ അത് എക്സ്റ്റെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന് കാത്തു നിൽക്കേണ്ടതില്ല. ഇപ്പോൾ കറന്റ് നമ്മൾക്ക് റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭൂരിഭാഗം വരുന്ന ഡിഗ്രി കോഴ്സുകൾക്കും ഇയർലി എക്സാംസ് വരുന്ന അല്ലെങ്കിൽ ഇയർലി റീ രജിസ്ട്രേഷൻ വേണ്ടി വരുന്ന PG കോഴ്സുകൾക്കും കറന്റ് നമ്മൾക്ക് റീ രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. ഈ ഒരു സമയം യൂസ് ചെയ്തുകൊണ്ട് തന്നെ, കാരണം ഇനി ഇതിനപ്പുറം ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല എന്നുള്ളത് ഓൾമോസ്റ്റ് ഷുവർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലേറ്റ് ഫീ ഒക്കെ തന്നെ അല്ലെങ്കിൽ ഒരു ഫൈൻ ഒക്കെ തന്നെ പേ ചെയ്തുകൊണ്ട് എത്രയും ഏർലി ആയിട്ട് തന്നെ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഒരു പക്ഷേ ചിലരെങ്കിലും റീ രജിസ്ട്രേഷനെ പറ്റി അവെയർ ആവാത്തവരുണ്ടാവാം, ആദ്യമായി റീ രജിസ്ട്രേഷൻ ചെയ്യുന്നവരുണ്ടാവാം. 2025 ജാൻ സൈക്കിളിൽ എൻറോൾ ചെയ്തിട്ടുള്ള ഇയർ വൈസ് ആയിട്ട് പ്രോഗ്രാംസ് ഉള്ളവർക്ക് ഒരു പക്ഷേ റീ രജിസ്ട്രേഷൻ ഫെമിലിയർ ആവണമെന്നില്ല. അവർ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു 26 ജാൻ സൈക്കിളിൽ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെ ചെയ്യേണ്ടത്. ഇനി ജൂലൈ 25 ജോയിൻ ചെയ്തിട്ടുള്ള സെമസ്റ്റർ വൈസ് പ്രോഗ്രാമുകാരെ സംബന്ധിച്ചും ജാൻ 26 സൈക്കിളിൽ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഒരു വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അത് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു സെമ്മിലേക്കുള്ള ഒരു രജിസ്ട്രേഷൻ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു രജിസ്ട്രേഷൻ എന്നുള്ളത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ സെമസ്റ്റർ കൂടുമ്പോഴും കോഴ്സിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്ത ഒരു ലേണർ കൃത്യസമയത്ത് സെക്കൻഡ് ഇയറിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ്, അല്ലെങ്കിൽ ആ റീ രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സെക്കൻഡ് ഇയർ എഴുതുന്ന ഒരു ലേണർ ആണെങ്കിൽ ഡിഗ്രി കോഴ്സുകാരെ സംബന്ധിച്ച് തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ വീണ്ടും റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അവരുടെ എക്സാംസ് കൃത്യസമയത്ത് എഴുതാൻ. സോ അതുകൊണ്ട് റീ രജിസ്ട്രേഷൻ എന്നുള്ളത് നമ്മൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ തന്നെയാണ്. അറിയാത്തവർക്കായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രം. സോ കറന്റ് ഇതാണ് റീ രജിസ്ട്രേഷന്റെ സ്റ്റാറ്റസ്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ പരമാവധി എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ഇതിന്റെ കൂടെ പറയേണ്ട കാര്യം, റീ രജിസ്ട്രേഷൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, താല്പര്യമുള്ള കോഴ്സുകൾ അല്ലെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ, നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആവുന്ന കോഴ്സുകൾ തന്നെയാണ് എലക്ടീവ്സ് ഒക്കെ തന്നെ ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഉറപ്പ് വരുത്തുക. പേപ്പർ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മിക്ക പേപ്പറുകൾക്കും ഉണ്ടാവും. സോ അവിടെ തങ്ങൾക്ക് താല്പര്യമുള്ള, അതുപോലെ തങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. സപ്പോർട്ട് ലഭിക്കുന്ന പേപ്പർ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുക. സോ നമ്മൾ പേപ്പർ ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഫീ പേ ചെയ്യാതെ ഒരിക്കലും പോകരുത്. ഫീയും പേ ചെയ്ത് അതിന്റെ റെസീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, റീ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രഷ് രജിസ്ട്രേഷൻ ചെയ്യുന്ന പോലെ, അഡ്മിഷൻ എടുക്കുന്ന പോലെ ഒരു മെയിൽ നിങ്ങൾക്ക് റിസീവ് ആവുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് സ്റ്റുഡന്റ് പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. അതല്ലാതെ മെയിൽ റിസീവ് ആവുന്നുണ്ടാവില്ല. സോ മെയിൽ കിട്ടിയില്ല എന്നുള്ളൊരു കൺസേൺ വേണ്ട. റീ രജിസ്ട്രേഷന്റെ സ്റ്റാറ്റസ് അറിയുന്നതിനായിട്ട് സ്റ്റുഡന്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് റീ രജിസ്ട്രേഷൻ പാർട്ട് നോക്കിയാൽ മാത്രം മതിയാവും. സോ ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായിട്ട്, ഇതുപോലത്തെ ഇൻഫോർമേഷൻസ് ഇനിയും ലഭിക്കുന്നതിനായിട്ട് ലേൺവൈസ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. ലേൺവൈസിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലേൺവൈസിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലും വളരെ ആക്റ്റീവ് ആണ്. വേണ്ട എല്ലാ വിവരങ്ങളും അതിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. സോ അതും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ലേൺവൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകളിൽ ഞാൻ ലേൺവൈസിനെ പരിചയപ്പെടുത്താം. രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന 34ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ തന്നെ പ്രവർത്തിച്ചു വരുന്ന ലേൺവൈസ് നിങ്ങളുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട്. ലേൺവൈസിന്റെ ഒരു എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ടും മനസ്സിലാക്കുന്നതിനായിട്ടും കറന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അനുഭവങ്ങളും അതുപോലെ പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെ അനുഭവങ്ങളും എല്ലാം തന്നെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് ആ വീഡിയോസ് ഒക്കെ തന്നെ കാണുക. ആൻഡ് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു കോഴ്സിൽ എൻറോൾ ചെയ്ത് നിങ്ങളുടെ സ്റ്റഡീസ് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. ലേൺവൈസുമായി ബന്ധപ്പെടുന്നതിനായിട്ട് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. കോൾ ത്രൂ ആണെങ്കിലും വാട്സ്ആപ്പ് ത്രൂ ആണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായ റെസ്പോൺസ് ലഭിക്കുന്നതായിരിക്കും. സോ എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്ടമുള്ള കോഴ്സിൽ എൻറോൾ ചെയ്ത് സ്റ്റഡീസ് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഉറപ്പുവരുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.